ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 33, 34. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവ എത്ര അഗാധം! അവൻ്റെ ന്യായവിധികൾ എത്ര അഗോചരം! അവൻ്റെ വഴികൾ എത്ര അന്വേഷണാതീതം! കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? അവനെ ഉപദേഷ്ടാവായിരുന്നവൻ ആര്? ഹാ, ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ധന്യത എത്ര അഗാധം! അവിടുത്തെ വഴികൾ എത്ര അപ്രമേയം! അവിടുത്തെ വഴികൾ എത്ര അഗോചരം! കർത്താവിൻ്റെ മനസ്സറിഞ്ഞതാര്? അവിടുത്തെ ഉപദേഷ്ടാവായിരുന്നത് ആര് എന്ന് എഴുതിയിരിക്കുന്നു. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഇസ്രയേൽ ജനത്തിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന സമയത്തിനും കൊണ്ടുപോയ രീതിക്കും വഴികൾക്കുമൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതികൾ, ജ്ഞാനം, അറിവ് അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിലൂടെ നമുക്ക് ഇന്ന് ഈ വചനത്തിലൂടെ ഒന്ന് ചിന്തിച്ചു പോകാം. ദൈവം ഈ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേൽ ജനത്തിനെ വിടുവിക്കുമ്പോൾ അവരോട് ഡീറ്റെയിലായി എല്ലാ കാര്യങ്ങളും ആദ്യം പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല അവരെ വിടുവിച്ചത്. അത് ദൈവത്തിൻ്റെ ഒരു രീതി തന്നെ അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് ഈ കാര്യങ്ങളുടെ തുടക്കവും ഒടുക്കവും കൃത്യമായിട്ടറിയാം. ഇന്നലകളിലും നാളകളിലും ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഇത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവം എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുകയല്ല, നമ്മളോട് പറഞ്ഞാലേ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് മനുഷ്യൻ മുന്നോട്ട് പോകുള്ളൂ. അത് നേരെ തിരിച്ചാണ്. ദൈവത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, ദൈവം അതിൻ്റെ സമയത്തെ ദൈവം നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയുള്ളൂ. നമുക്ക് ചിലതൊക്കെ ഒന്ന് നോക്കിയാങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ 10 അത്ഭുതങ്ങൾ മോശയിലൂടെ ചെയ്തു. ഏതാ? ഫറവോൻ്റെ കൊട്ടാരത്തിൽ. അതിൽ കുറേയൊക്കെ അവന്മാരും ചെയ്തു, ഫറവോൻ്റെ മന്ത്രവാദികൾ. പക്ഷെ ദൈവം ജനത്തിനെ അവിടെ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഓരോ അത്ഭുതങ്ങൾ മോശ പോയി ചെയ്യുമ്പോഴും ഫറവോൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ഈ കാര്യങ്ങൾ അറിയാം. ഇനി 2 പുറപ്പാട് പുസ്തകം 12-ന്റെ 40, 41 വായിച്ചേ. ഇസ്രയേൽ മക്കളുടെ മിസ്രൈമിലെ പരദേശവാസം 430 വർഷമായിരുന്നു. യഹോവയുടെ ഗണങ്ങളെല്ലാം 430 വർഷം തികഞ്ഞ ആ ദിവസം തന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു. 430 വർഷം അടിമത്തത്തിൽ പൂർത്തീകരിക്കുന്ന ദിവസം തന്നെ അവരെ അവിടുന്ന് ഇറക്കി. ഈ 430 വർഷം അടിമത്തമാണെന്നും അത് പൂർത്തീകരിക്കുന്നത് അന്നാണെന്നും ഒന്നും ഇവർക്കാർക്കും അറിയില്ല. കാരണം 430 വർഷം എന്ന് പറയുമ്പോഴത്തേനും ഏറ്റവും കുറഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിലാണേ പോലും ഒരു 4-5 തലമുറ. ഇന്നത്തെ രീതിയിലാണെങ്കിൽ ഒരു 8 തലമുറ. അന്നത്തെ രീതിയിൽ ഒരു 4-5 തലമുറ, 4 തലമുറ എങ്കിലും അടിമത്തത്തിലാണ്. അന്ന് പൂർത്തീകരിച്ച ആ ദിവസം തന്നെ അന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. ഇവർ ഈജിപ്തിൽ ജോലി ചെയ്ത് ഈജിപ്തിൽ നിൽക്കുന്നു, ഈജിപ്തിൻ്റെ അടിമത്തത്തിലാണ് എന്ന് തീരുമെന്നൊന്നും ഇവരിലെ പണ്ഡിതന്മാർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷേ 99% പൊതുജനത്തിനും ഇതറിയത്തില്ല. പക്ഷെ ദൈവത്തിന് കൃത്യമറിയാം, ഇവരെ ഈജിപ്തിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തിറക്കുന്ന ആ ദിവസം, അത് 430 വർഷത്തെ അടിമത്തം തീർന്ന ദിവസം തന്നെയാണ്. ഈ 430 വർഷത്തെ അടിമത്തം തീർന്ന അന്ന് തന്നെ ധൃതിയിൽ ഇവരെ പുറത്ത് കൊണ്ടുവന്നത് കൊണ്ട് ഇവർ കലക്കി വെച്ച മാവ്, അല്ലെങ്കിൽ ഇവർ കൂട്ടിവെച്ച മാവ് പൊളിച്ചൊരപ്പം ഉണ്ടാക്കാൻ പോലും ഇവർക്ക് സമയം കിട്ടിയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് 1 കൊറിന്ത്യർ 10-1 മുതൽ 4 വരെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നുവെന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം ഭക്ഷിച്ചു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിനെ ഇറക്കിക്കൊണ്ട് പോകുന്നത്, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 63 ലക്ഷത്തോളം ജനമുണ്ട്. ഈ ജനത്തിനെ ഇതൊക്കെ
പല പുസ്തകങ്ങളിൽ ഡേറ്റ്സ് ബൈബിളിലൊക്കെയാണ് ഇതിൻ്റെ ഒരു കണക്ക് ഏതാണ്ടുള്ളത്. അപ്പം ഈ 63 ലക്ഷം ജനത്തിനെ 40 വർഷം മരുഭൂമിയിൽ ദൈവം തീറ്റിപ്പോറ്റി. മന്ന കൊടുത്തു, പാറ പിന്തുടർന്ന് ഇവർക്ക് വെള്ളം കൊടുത്തു, ഇവർക്ക് AC കാലാവസ്ഥയ്ക്ക് വേണ്ടി, എയർ കണ്ടീഷൻഡ് കാലാവസ്ഥയ്ക്ക് വേണ്ടി പകല് മേഘമായി വെയിലിൽ നിന്ന് സംരക്ഷണം കൊടുത്തു. രാത്രിയിൽ ഇവർ മരുഭൂമി തണുത്ത് വരയ്ക്കാതിരിക്കാൻ വേണ്ടി അഗ്നിസ്തംഭമായി ഇവർക്ക് ചൂട് കൊടുത്തു. ഇവർ ഇട്ടുകൊണ്ട് പോയ ചെരുപ്പ് തേഞ്ഞില്ലെന്ന് മാത്രമല്ല, ആൾ വളരുന്നതിന് ഒപ്പം ചെരുപ്പ് വളർന്നു കൊടുത്തു. പിന്നെ വസ്ത്രം കീറിയില്ലെന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് വസ്ത്രവും വളർന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇവർ ചെങ്കടലിനെ പിളർത്തി അതിനകത്തൂടെ കടന്നു, ഇവർ ജോർദാൻ പിളർന്ന് അതിനകത്തൂടെ കടന്നു. ഇവർ ഈ മരുഭൂമിയിൽ ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ ഈ 40 വർഷം ദൈവം നടത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഈ ചെങ്കടലിലൂടെ അക്കരെ കടന്നു. ലോക ചരിത്രത്തിന് അന്ന് ശേഷം, അതിന് മുമ്പും പിമ്പും കടൽ പിളർന്ന ഒരു ചരിത്രം ബൈബിളിൻ്റെ വ്യവസ്ഥയിലില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അറിവ്, ജ്ഞാനം, ധനം, അതിൻ്റെയൊക്കെ മഹത്വം അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. എന്നാൽ ഈ ഇസ്രായേൽ ജനത്തിനെ ഈ നടത്തിക്കൊണ്ട് വന്ന വഴികളൊന്നും ദൈവം വിശദമായിട്ട് ആ ജനത്തിനോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. അറിയണ്ടാത്ത കാര്യങ്ങൾ നേതാക്കന്മാരോടും പറഞ്ഞില്ല, നേതാക്കന്മാരോടും ഇതൊന്നും പറഞ്ഞില്ല. എന്തിന്? ഇതിൽ തന്നെ ഇസ്രായേലിലെ ചില മൂപ്പന്മാർക്കറിയായിരുന്നു ഇവരുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിൻ്റെ മക്കൾ ജോസഫിൻ്റെ അടുത്തേക്ക് പോയ വേറൊരു വഴിയുണ്ട്. അവർ കടലിൽ കൂടെയൊന്നും അല്ല റേഷൻ മേടിക്കാൻ അന്ന് പോയത്, ആ ക്ഷാമകാലത്ത്. അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് അവർക്കറിയാമെങ്കിലും ദൈവം ആ വഴിയെ കൂടെ ഇവരെ കൊണ്ടുപോകാൻ പല പല ഉദ്ദേശങ്ങൾ. ഒന്ന്, ഇവരെ സ്നാനപ്പെടുത്തണമായിരുന്നു, മേഘത്തിലും വെള്ളത്തിലും സ്നാനപ്പെടുത്തണമായിരുന്നു. അങ്ങനെ പല പദ്ധതികൾ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവം എല്ലാ കാര്യങ്ങളൊന്നും ദൈവം കൃത്യമായിട്ട് നമ്മളോട് പറയണമെന്നില്ല. ഇനി വിട്ടുപിരിയാതെ നിൽക്കുകയാണെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ പറയും. അപ്പോൾ ഒന്ന് വായിച്ച പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഒരുവൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന യുവാവോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് സംസാരിച്ചപ്പോൾ, സംസാരമെല്ലാം കഴിഞ്ഞ് മോശ തിരിച്ച് തൻ്റെ പാളയത്തിലേക്കൊക്കെ പോരുമ്പോഴും ജോഷുവ എന്നൊരു യുവാവ് ദൈവത്തിൻ്റെ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ വിട്ടുപിരിയാതെ നിൽക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുമെന്ന് സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ പറയുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചത്, നൂൻ്റെ മകനായ എൻ്റെ ആത്മാവുള്ള പുരുഷനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെയും മുൻപാകെ നിർത്തി അവർ കാണുകെ അവന് ആജ്ഞ കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വയ്ക്കണം. അവൻ പുരോഹിതനായ എലയാസാറിൻ്റെ മുൻപാകെ നിൽക്കണം. അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരീം മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവൻ്റെ വാക്ക് അനുസരിച്ചു പോകുകയും അവൻ്റെ വാക്ക് അനുസരിച്ചു വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ച് പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെ മുൻപാകെ നിർത്തി അവൻ്റെ മേൽ കൈവച്ച് യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് ആജ്ഞ കൊടുത്തു. അതായത് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത് അധികാരം കൊടുത്തു. അതായത് വിട്ടുപിരിയാതെ ദൈവസാന്നിധ്യത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ ദൈവം എല്ലാ കാര്യങ്ങളും അപ്പം ആ സമയത്തെത്തുമ്പോഴേ മനുഷ്യനോട് പറയുള്ളൂ, അല്ലാതെ മുന്നേ ഒന്നും ദൈവം പറയത്തില്ല. അങ്ങനെ ചേർന്ന് നിന്നവന് ആ സമയമായപ്പോൾ അധികാരം ഏൽപ്പിച്ചു കൊടുത്തു. അത് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നു. ഹോ, ദൈവത്തിൻ്റെ ധനം, അറിവ്, ജ്ഞാനം എത്ര ഭയങ്കരം. ചില ബൈബിളിൽ എഴുതിയിരിക്കുന്ന എത്ര ആഴം. അബ്രഹാമിൻ്റെ ജീവിതത്തിലും നമുക്കിത് കാണാം, ജോസഫിൻ്റെ ജീവിതത്തിലും നമുക്കിത് കാണാം, ഭക്തരുടെ ജീവിതത്തിലെല്ലാം നമുക്കിത് കാണാം. ജോസഫിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തുടക്കം മുതൽ വിവിധങ്ങളായ പ്രശ്നങ്ങളായിരുന്നു. അപ്പൻ്റെ ഓമന മകനായിരുന്നു, അതുകൊണ്ട് തന്നെ മൂത്ത സഹോദരങ്ങൾക്ക് എതിരായിരുന്നു.
അതിനുശേഷം ഇവനെ പൊട്ടക്കണ്ടി കൊണ്ട് തള്ളി, പൊട്ടക്കണ്ടിയിൽ നിന്ന് എടുത്ത് ഇസ്മായിലിയ കച്ചവടക്കാർക്ക് വിറ്റു. അവരിവനെ കൊണ്ട് അടിമച്ചന്തയെ കൊണ്ട് നിർത്തി. അവൻ അവസാനം പോത്തിഫറിൻ്റെ വീട്ടിൽ അടിമയായിട്ട് വന്നു. പോത്തിഫറിൻ്റെ ഭാര്യ അവനോട് അനാവശ്യം കാണിച്ചു. അവിടെ നിന്ന് അവനെ പിടിച്ച് ജയിലിലിട്ടു. പിന്നീട് ഇവൻ ഈ ഈജിപ്തിൻ്റെ ഗവർണർ ആകണമെങ്കിൽ ഇത്രയും പ്രോസസ്സിലൂടെ ഇവൻ പോകണമായിരുന്നു. ഒരിടത്തും കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. ഭക്തനായിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കിട്ടിയ അവസരങ്ങളൊന്നും അവൻ മുതലാക്കാൻ നോക്കിയില്ല. അവൻ ദൈവവചനത്തിന് ഒപ്പം നിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ വിടുവിക്കുന്നതിന് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. എന്നാൽ അവൻ ദൈവത്തോട്, വചനത്തോട്, പരിശുദ്ധാത്മാവിനോട് പിരിയാതെ നിന്നാൽ തക്ക സമയത്ത് ദൈവം ഉയർത്തും. എന്നാൽ നേതാവിനോടും സംഘടനയോടും ചേർന്ന് വചനവ്യവസ്ഥയിൽ വിട്ടുപിരിയാതെ നിന്നില്ലെങ്കിൽ തക്ക സമയത്ത് വിടുതലൊന്നും ലഭിക്കില്ല. വചനവ്യവസ്ഥയിൽ വിട്ടുപിരിയാതെ തന്നെ നിൽക്കണം. അല്ലെ നേതാവിൻ്റെ സംഘടനയും കൂടെ കൂടിയിട്ട് വചനമൊന്നും ഞാൻ നോക്കുന്നില്ല, ഞാൻ എൻ്റെ സൗകര്യത്തിനാണ് എന്ന് പറഞ്ഞാൽ എന്നെ സംഭവിക്കുമെന്ന് 1 കൊറിന്ത്യർ 10:5 വായിച്ചേ. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അതായത് ഈ സംഘടനയുടെയും നേതാവിൻ്റെയും പുറകെ പോയാൽ ദൈവപ്രസാദം ഉണ്ടാവില്ല. ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ ഈ ജോഷുവ തന്നെ നമ്മൾ ശരിക്കും പഠിക്കുമ്പം അവൻ മോശയുടെ ശുശ്രൂഷകനാണ്. പക്ഷേ മോശയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ തന്നെ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന സമാഗമന കൂടാരത്തെ വിട്ടു പിരിഞ്ഞില്ല. നമ്മൾ പലയിടത്തും ജോഷുവയെക്കുറിച്ച് അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പം വിട്ടുപിരിയാതെ നിന്നാൽ ചില കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവസാന്നിധ്യത്തെ വിട്ടുപിരിയാതെ, ദൈവവചനത്തെ, പരിശുദ്ധാത്മാവിനെ വിട്ടുപിരിയാതെ നിന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിട്ടുപിരിയാതെ വചനത്തോട് നിൽക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുവാൻ എന്നെയും കേൾവിക്കാരെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഇന്ന് ചില തകർച്ചകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ദൈവം സമയത്ത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് അധികാരം ഏൽപ്പിച്ച് അനുഗ്രഹിക്കും. അതിന് തക്കവണ്ണം ദൈവം വിടുവിക്കും എന്ന് ഞങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള ദൈവത്തിൻ്റെ വലിയ കൃപ തന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.